പാല് കറക്കണ നല്ല ഒന്നാം തരം 2 ആസ്ട്രേലിയൻ പശുക്കളെ ഞാൻ നിങ്ങൾക്ക് തരാം. ദിവസം എന്ത് ലാഭം വരും? മുഴുവൻ ലാഭം തന്നെയാ. തിരി കഴിഞ്ഞാ പിണ്ണാക്ക്, തിരി പരത്തിക്കുരു, തിരി തവിട്, ഇത്രയും കൊടുത്താ പിന്നെ പാല് ശറ വറാന്നും പറഞ്ഞ് ഒഴുകുകയായി. ലാഭം കിട്ടുന്ന ഏർപ്പാടാണെങ്കിൽ പശുവോ എരുമയോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. ഈ 10,000-ന് എത്ര പശുക്കളെ കിട്ടും? 25 ലിറ്റർ വീതം കറവുള്ളതല്ലേ, 2 എണ്ണത്തിന് ഞാൻ തരാം. ദിവസേന 50 രൂപ വെച്ച് ബാങ്കിലടക്കാൻ പറ്റുമോ? എന്താ പറ്റാത്ത? നമ്മൾ കാലത്തും വൈകുന്നേരം കൂടെ കറന്നാൽ പണിക്കരമ്മാൻ പറഞ്ഞത് പോട്ട് ഒരു 30 ലിറ്റർ പാല് കിട്ടും. 1 ലിറ്ററിന് 5 രൂപ, അപ്പൊ 30 ലിറ്ററിന് 150 രൂപ. ബാങ്കിൽ അടക്കേണ്ടത് 50 രൂപ, പിന്നെ പരുത്തിക്കുരുവും പിണ്ണാക്കെല്ലാം കൂടെ 20 രൂപ, കറവക്കാരന് 10 രൂപ. അപ്പൊ 50, 20, 10, 80 രൂപ. ബാക്കി എത്ര ഉണ്ട്? 70. ലാഭമാണോ? അപ്പൊ മാസത്തിൽ 2100 രൂപ മിച്ചം. പിന്നെ നീ എന്താ നിന്റെ പേരിൽ വായ്പ വേണ്ടെന്ന് വാശി പിടിച്ചത്? നീ എന്നേക്കാൾ ഭാഗ്യവാനായതുകൊണ്ട്. ആണോ? ഞാനേ ആയില്യം നക്ഷത്രമാ. ആയില്യം നക്ഷത്രക്കാർക്ക് ലോൺ എടുക്കാൻ പാടില്ല. അത് ശരി. 4 ആളും കൂടി എങ്ങോട്ടാ? ഞങ്ങള് 4 പേരും കൂടെ കാശിക്ക് പോവാ. വരുന്നോ? 5 ആളാവാം. തമാശ പറഞ്ഞതാ. അയാളും കൂടെ എവിടെ പോവാന്ന്. പോയേ. ചാത്തേട്ട, ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. നാളെ മുതൽ കടത്തിന്റെ ഇടപാട് വേണ്ട. 2 കിലോ തേങ്ങാ പിണ്ണാക്കതാ. അരിവർഷം നിർത്തിപ്പോ പിണ്ണാക്കാ എഴുതിട്ടാ? പശുക്കൾക്കാ. എടാ വിജയ, എന്താടാ ദാസ? എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഏത് ബുദ്ധി? അല്ല, കണ്ടവന്റെ ഇടിയും തൊഴിയും വാങ്ങി നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിന് പകരം ഇതുപോലെ സ്വയം ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി. ദാസ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. നമ്മുടെ ചെലവ് കഴിച്ചുള്ള മുഴുവൻ കാശും മാറ്റിവെക്കണം. ഇപ്പൊ 2 പശുക്കളല്ലേ? അതെ.